ഓക്കെ, ഇവിടെ ഈ ഗുഡ് ഈവനിങ് പറഞ്ഞ ആൾക്കാരൊക്കെ ത്രൂ ഔട്ട് ദ സെഷൻ കാണണം കേട്ടോ. പുതുതായിട്ട് പുതിയ നെയിംസ് എനിക്ക് തോന്നുന്നത് ലിയ, കൃഷ്ണ സാഗർ. ഐ തിങ്ക് ലാസ്റ്റ് വീക്ക് ഉണ്ടായിരുന്നു കൃഷ്ണ സാഗർ. സ്വപ്ന വിദ്യ ഓൾറെഡി ഉള്ള ആൾക്കാരാണ്. ഓക്കെ, വെരി ഗുഡ് സ്വപ്ന. ഗുഡ്, എൻജോയിങ് ഹോളിഡേസ്. ഓക്കെ, ഇല്ല ഞാൻ കണ്ടില്ല. ഐ വോണ്ട് ടു വാച്ച് ഇറ്റ്. ഐ ആം ഇൻ ബിറ്റ്വീൻ മൈ എക്സാംസ്. കൃഷ്ണ പ്ലീസ്. ഓക്കെ, ഇത് ആക്ടിവിറ്റി വല്ലതുമാണോ കൃഷ്ണ ഇട്ടത്? ഓർ ആക്ടിവിറ്റീസ് ഇപ്പൊ പോസ്റ്റ് ചെയ്യില്ല കേട്ടോ. ചോദിച്ചിട്ട് ഞാൻ ഓരോ ആക്ടിവിറ്റീസ് പറയുമ്പോൾ ഇട്ടാ മതി കേട്ടോ. ഓക്കെ കൃഷ്ണ. ഓക്കെ വിദ്യ, ഐ കാൺട്ട് കംപ്ലീറ്റ് അല്ല. ഐ കാൺട്ട് കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ്. ഐ കുഡന്റ്, ചെയ്യാൻ പറ്റിയില്ല. ഐ കുഡന്റ് കംപ്ലീറ്റ് മൈ ആക്ടിവിറ്റീസ് ആണ്. താങ്ക് യു സ്വപ്ന. 2 എക്സാംസ് കഴിഞ്ഞു, ഇനിയും 3 കൂടി ഉണ്ട്. ഹൈ, ഗുഡ് ഈവനിങ് ജന്ന. Okay, so shall we begin? Today is our 34th live session. We have completed around 240 days of daily activities. Let me check to be precise. We have completed. Okay, today is our 239th day. And today we will be discussing activities from day 228. Okay, so day 228 തൊട്ടുള്ള activities എല്ലാവരും റെഡിയാക്കി വെച്ചോട്ടോ. My previous exams were good. Hopefully I'll pass. And now I have to prepare for my upcoming exams. Okay, so today's topic is engaging with English, a comprehensive approach. So we'll be looking into mastering pronunciation, performance, and persuasion. Today we'll be looking into advanced pronunciation workshop, English through theater performance, debating contemporary issues, analyzing English in advertising, crafting personal essays, environmental advocacy through English, reflective strategy, discussion, and future planning. Okay, as usual. Good evening. അയ്യോ, ഇയാളുടെ പേര് ഗിരീഷ് അങ്ങനെ എന്തോ ആയിരുന്നില്ലേ? ലാസ്റ്റ് വീക്ക് ഞാൻ ചോദിച്ചത് ഓർക്കുന്നുണ്ട്. Am I right? ഗിരീഷ് എന്നോ എന്തോ അങ്ങനെയായിരുന്നില്ലേ? GGIRE. Okay, so we'll begin with yes. Okay, good evening, Krish. Okay, so today's word of the day is instigate. Instigate. ഒരാളെ നിർബന്ധിക്കുക. To instigate something is to force it to happen or begin by urging or goading others. Instigate is a synonym of provoke. Provoke എന്ന് പറഞ്ഞാല് നമ്മൾ പ്രകോപിപ്പിക്കുക, അല്ലെങ്കിൽ ഒരാളെ നിർബന്ധിപ്പിച്ച് അല്ലെങ്കിൽ കുത്തിപ്പൊക്കി ഒരു കാര്യം ചെയ്യിപ്പിക്കുക എന്നൊക്കെ പറയില്ല, അതാണ് പ്രൊവോക്കിംഗ്. അതിന്റെ സെയിം മീനിങ്ങിൽ നമ്മൾക്ക് ഇൻസ്റ്റിഗേറ്റ് യൂസ് ചെയ്യാം. ഓക്കെ, ഒരാളെ നിർബന്ധിക്കുക അല്ലെങ്കിൽ ഒരാളെ ഓരോന്നൊക്കെ പറഞ്ഞ്. ജന്ന, ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ആയിട്ടായിരിക്കില്ല. ഇത് നിങ്ങളുടെ പോർഷൻസിന്റെ ഭാഗമല്ല. ദിസ് ഇസ് നോട്ട് പാർട്ട് ഓഫ് യുവർ കരിക്കുലം. ഇത് നിങ്ങൾക്ക് ലേൺ വൈസ് ആൻഡ് പ്രെപ്പ് വൈസിലുള്ള സ്റ്റുഡൻസിന് നിങ്ങൾക്ക് കോംപ്ലിമെന്ററി ആയിട്ട് നിങ്ങളുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി തരുന്ന കോഴ്സാണ്. സോ ദിസ് ഇസ് നോട്ട് പാർട്ട് ഓഫ് ദ കരിക്കുലം ഓഫ് ദ സബ്ജക്ട്സ് ദാറ്റ് യു ആർ സ്റ്റഡിങ് ഹിയർ. ഓക്കെ, നിങ്ങളുടെ CUET പ്രിപ്പയർ ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ ഇംഗ്ലീഷ് പാർട്ട് നിങ്ങൾ വേറെ തന്നെ പഠിക്കണം. ഓക്കെ, ഹിയർ വി ആർ നോട്ട് സ്റ്റഡിങ് ഓൺ എ കോമ്പറ്റീറ്റീവ് എക്സാം ബേസിസ്. ഓക്കെ, വി ആർ ഡൂയിങ് ഇറ്റ് ഓൺ ദ ബേസിസ് ഓഫ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള English, communicative English ആണ് നമ്മളിവിടെ നോക്കുന്നത്. Okay, so example of instigate is she blamed him for instigating the argument. ഒരു ആർഗ്യുമെന്റ് ഉണ്ടാക്കിയതിന് അല്ലെങ്കിൽ ഒരു ആർഗ്യുമെന്റ് ഉണ്ടാക്കാൻ അവിടെ എന്താണ് ഒരു കുത്തിപ്പൊക്കൽ ഉണ്ടാക്കിയതിന്. ഓക്കെ, ഇൻസ്റ്റിഗേറ്റ് ചെയ്യാൻ നമുക്ക് ഇൻസ്റ്റിഗേറ്റ് 2-3 സ്ഥലങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റും. ഒന്ന്, ഒരാളെ നിർബന്ധിക്കുക, എന്തെങ്കിലും ചെയ്യാൻ നിർബന്ധിക്കുക ഡയറക്റ്റ് ആയിട്ട്. ഡോണ്ട് ഇൻസ്റ്റിഗേറ്റ് മീ എന്ന് പറഞ്ഞാൽ ഡോണ്ട് ഫോഴ്സ് മീ, എന്നെ നിർബന്ധിക്കല്ലേ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാം. മറ്റൊന്ന്, ഡയറക്റ്റ് നിർബന്ധിപ്പിക്കാതെ നമ്മൾ ഓരോന്ന് പറഞ്ഞ് അവരെ എന്താണ്
ഡയറക്റ്റ് പറയാതെ ഇൻഡയറക്റ്റ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഓരോരുത്തർ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കില്ലേ, അതിനെയും ഇൻസ്റ്റിഗേറ്റ് എന്ന് പറയാം. ഓക്കെ, ഷീ ഇൻസ്റ്റിഗേറ്റഡ് മീ ടു ഡു ദാറ്റ്. ഓക്കെ, സോ ഇവിടെ ഒരു എക്സാമ്പിൾ സെന്റൻസ് കൊടുത്തിട്ടുണ്ട്, ദാറ്റ് ഇസ് ഷീ ബ്ലെയിംഡ് ഹിം ഫോർ ഇൻസ്റ്റിഗേറ്റിംഗ് ദ ആർഗ്യുമെന്റ്. Can I please get your example sentences? Make it fast. Ram instigated Anandi to tell her life story in many ways. Okay, good. Everybody hates her because of her instigating nature in team. Okay, good one. Officer blamed to instigate for him work. Girish, clear ആയില്ലല്ലോ. Officer blamed to instigate for him work. അതായത് ജോലി ചെയ്യാൻ വേണ്ടി നിർബന്ധിച്ചു എന്നാണോ? Okay, the sentence is not clear. Girish ഒന്നും കൂടെ ഒന്ന് റീവർക്ക് ചെയ്തിട്ടോ, അല്ലെങ്കിൽ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കാം. Okay. Officer, so ഇങ്ങനെ officer instigated the employees to finish the work on time or complete the work on time. Blamed to instigate എന്ന് യൂസ് ചെയ്യില്ല കേട്ടോ. ബ്ലെയിം ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മള് ഒരാളുടെ മേത്ത് നമ്മൾ കുറ്റിടുന്നതിനെയാണ് ബ്ലെയിം. ഡോണ്ട് ബ്ലെയിം മീ ഫോർ ദാറ്റ്. എന്നെ കുറ്റം പറയണ്ട, ആ ഒരു ചെയ്തതിന് എന്നെ ബ്ലെയിം ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ ആ ഒരു കുറ്റം എന്റെ തലയിൽ ഇടണ്ടെന്നാണ്. സോ അവിടെ ബ്ലെയിം എന്നുള്ള വേർഡിന്റെ ആവശ്യം വരുന്നില്ല. ഓഫീസർ ഇൻസ്റ്റിഗേറ്റഡ് ഹിസ് എംപ്ലോയീസ് ടു കംപ്ലീറ്റ് ദ വർക്ക് ഓൺ ടൈം. Does everybody hate ആണോ? Correct, ma'am. Yes, does everybody hate? Yes, that usage is correct. I instigated to share the secret. Okay, good. Ashok instigated Ajit to buy his product. Okay, good. Next is idiom of the day. Idiom of the day is mend your ways. Mend your ways. Mother-in-laws are experts in instigating an argument. Okay, good one. Teacher instigated students to finish the activity. Okay, thank you, Madhi. Next, let's go to idiom of the day. Idiom of the day is mend your ways. Mend your ways എന്ന് പറഞ്ഞാൽ നിന്റെ സ്വഭാവം നന്നാക്കൂ. Please go and mend your ways എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ to improve your behavior and stop doing things that cause trouble. Okay, so an example sentence given here is Terry better mend his ways or Rosie will leave him forever. Terry avante swabhavam innum nannakkiittillengal Rosie avane itittu povum. Okay, so mend his ways nammal paraya swabhavam nannakkukan. Okay, you better mend your ways or you will be out of your job. Nee ninte swabhavam innum nannakkiillengil nee ninakku ninte joli nashtaavum. Okay, so please give me your example sentences. Way in my workplace, or I may be in a big trouble. In my workplace alla to at my workplace ane I should mend my way at my workplace, or I may be in a, or I will be. Okay, or I maybe is also fine. Okay, correct. Or I may be in a big trouble. Okay, good one, Swapna. Sam better mend his words, otherwise it will cause him trouble in future. Okay, ways mati words aakittundu, but the meaning is conveyed. It's fine. Okay, കഴിഞ്ഞോ? And നമ്മൾ ഇന്നൊരു ഗെയിം കളിക്കാന്ന് പറഞ്ഞിരുന്നു. നമ്മൾ ലാസ്റ്റ് ആവുമ്പോഴേക്കും rush ആവും. So I think we'll play now. Easy ആണ് ഗെയിം. ഒരാളുടെ ഇപ്പൊ for example man mend his way with his words. നിങ്ങൾ ഡൗട്ട് ചോദിക്കുമ്പോൾ ക്ലിയർ ആയി ചോദിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. mend his way with his words എന്ന് പറഞ്ഞ question mark ഇട്ടാൽ actually the question is not clear. കൃഷ്ണ എന്താ ഉദ്ദേശിച്ചത്? mend his way with his words എന്ന് പറയൂ എന്നാണോ? ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ that is not actually very meaningful. Okay, അതൊരു mend his way with his words എന്നുള്ളത് ഒരു clear usage അല്ല. Okay, better mend your ways or leave the place. Good sentence, Majid. Parents are instigating their children to study. Okay, we are done with our example sentences.
We'll play a game. Okay, last week I think Vidya ആയിരുന്നു പറഞ്ഞിരുന്നത് ഈ വീക്ക് എന്തായാലും ഗെയിം കളിക്കണം എന്ന്. എനിക്കും തോന്നുന്നു നമ്മൾ എന്നും ഭയങ്കര സീരിയസ് ആയിട്ട് ഇരുന്ന് പഠിക്കുന്ന പോലെ. എവിടെ വിദ്യ, എവിടെ വേറെ വിദ്യ? സ്വപ്ന is ready? Yes. Okay. So ഗെയിം ഇത്രയേ ഉള്ളൂ, ശ്രദ്ധിച്ച് കേൾക്കുക. ഒരാളിൽ പറയുന്ന സെന്റൻസിന്റെ ലാസ്റ്റ് വേർഡ് ആയിരിക്കണം അടുത്ത ആളുടെ സെന്റൻസിന്റെ ഫസ്റ്റ് വേർഡ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഡു നോട്ട് എൻഡ് യുവർ സെന്റൻസസ് വിത്ത് ഇറ്റ്. അങ്ങനെ ഇറ്റ്, ഐ ലവ് ഇറ്റ് എന്ന് ഇറ്റ് വെച്ചിട്ട് നമുക്ക് സെന്റൻസ്, ഇറ്റ് ഇസ് ഐ മീൻ ഇറ്റ് വെച്ച് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ ഇഫ് യു ആർ എൻഡിങ് എ sentence with object, it will be easier for the other person. Okay? Okay അല്ലേ? ഒരാളുടെ സെന്റൻസിന്റെ ലാസ്റ്റ് വേർഡ് ആയിരിക്കും അടുത്ത ആളുടെ സെന്റൻസിന്റെ ഫസ്റ്റ് വേർഡ്. Okay? Good evening. So ഒരു മിനിറ്റ്, അശോക്, if you are here, എല്ലാരെയും ഒന്ന് അൺമ്യൂട്ട് ചെയ്യുന്ന ഓപ്ഷനിൽ ആക്കോ. അതെ. Or else who all wants to play the game, ready പറയാണെന്നുണ്ടെങ്കിൽ I'll unmute you. ഒന്ന് unmute. Swapna, try unmuting. Can you unmute? Yes, I'll be looking into, I'll be checking the time. അതായത് you will not get more than 10 seconds to start the sentence. Sentence പറയാൻ you can. Yes, Swapna unmute ചെയ്തിട്ടുണ്ട്. So ഗെയിം കളിക്കാൻ റെഡി ആയിട്ടുള്ളവര് റെഡി എന്നൊന്ന് ചാറ്റ് ബോക്സിൽ ഇടോ. ആദ്യം പറയുന്ന 10 പേർക്ക് ചാൻസ് കിട്ടും. വിദ്യ, ട്രൈ അൺമ്യൂട്ടിംഗ് പ്ലീസ്, ബിക്കോസ് 10 പേരിലധികം ആയാല്. Okay, ma'am. വിദ്യ, നന്ദന, can you unmute? Yes, ma'am. Yes, okay. Next, where is Sanish? Sanish, please unmute. Yes, ma'am. Yes, ma'am. Okay. Girish, unmute. Yes, ma'am. Okay, Rekha. Yes, please unmute. So, where I go? 1, 2, 3, 4, 5, 6. Is that? ആരെങ്കിലും ചാറ്റ് ബോക്സിൽ പറഞ്ഞിട്ട് ഞാൻ കാണാത്തതുണ്ടോ? അൺമ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അത് അൺമ്യൂട്ട് ആക്കി തന്നെ വെക്കൂട്ടോ, മ്യൂട്ട് ചെയ്യല്ലേ. Then next time I'll have to. Okay, so Okay, ma'am. Okay, so ഇനി ആരും അൺമ്യൂട്ട് ചെയ്യല്ലേ. So here we have 1, 2, 3, 4, 5, 6, 7. മതി, ഇത്ര ആൾക്കാർ മതി. Okay, ബാക്കിയുള്ളവർക്ക് നെക്സ്റ്റ് വീക്ക്. അയ്യോ, ഓക്കെ. അബ്ദുൽ മജീദ്, you will be the last person. മതി, അൺമ്യൂട്ട് ചെയ്തോളൂ മജീദ്. ഐ ഹോപ്പ് റെഡി പറഞ്ഞ എല്ലാവരെയും ഞാൻ ഇവിടെ ആഡ് ചെയ്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മാം, ഇത് ലാസ്റ്റ് വേർഡ് ആണോ അല്ലെങ്കിൽ ലാസ്റ്റ് വേർഡിന്റെ ഫസ്റ്റ് ലെറ്റർ ആണോ? അന്ന് ലാസ്റ്റ് ടൈം അങ്ങനെ പറഞ്ഞ പോലെ തോന്നുന്നു. Once more tell the instructions. Okay, Shivana, please unmute. ഇനി മ്യൂട്ട് ചെയ്യല്ലേ കേട്ടോ, ഒരിക്കൽ അൺമ്യൂട്ട് ചെയ്തവരെ മ്യൂട്ട് ചെയ്യല്ലേ. മറ്റേ ഡിസ്റ്റർബൻസ് ഇല്ലാത്ത സ്ഥലത്ത് നിങ്ങൾ നിൽക്കാൻ നോക്കൂ കേട്ടോ. ഓക്കെ, ഒരാള് പറയുന്ന ഫോർ എക്സാമ്പിൾ ഞാനൊരു സെന്റൻസ് പറയാണ്. I made dosha yesterday. Okay, so that sentence is ending with the word yesterday. So അടുത്ത ആള് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് yesterday it rained heavily. Okay, മാം, അപ്പൊ ഒരു കാര്യം ചെയ്യണം മാം, ആരാ പറയണ്ടെന്നുള്ള പേര് മാം പറയണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അറിയാൻ പറ്റില്ല. ഇതിൽ പക്ഷെ നിങ്ങൾ ആൾക്കാര് സ്റ്റാർട്ടിംഗ് അല്ലേ? എന്താണ്? I'll call names. Okay, സ്റ്റാർട്ടിംഗ് അല്ല, ഒരാള് ഇപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പറയേണ്ട ആളാണെന്ന് അറിയണ്ടേ, അല്ലെങ്കിൽ ചാടി പറയില്ലേ? call the name. That's not possible. 10 സെക്കൻഡിനുള്ളിൽ നിങ്ങൾ സെന്റൻസ് പറഞ്ഞു തുടങ്ങിയിട്ടില്ലെങ്കിൽ you will be out of the game. Yes. Okay, so shall we start? ഞാനായിരിക്കും ആദ്യം പോണത്. അതൊന്നും കുഴപ്പമില്ല, ഇതൊക്കെ ഒരു സ്പിരിറ്റ് എടുക്കുക. Okay, അതെ. I'll start with Vidya, because ഇങ്ങനെ ഒരു കാര്യം പ്രപ്പോസ് ചെയ്തത് വിദ്യ ആയിരുന്നു, ഗെയിം കളിക്കാൻ. അല്ല മാം, ഒരു ട്രയൽ റൗണ്ട് തരണേ പ്ലീസ്. Oh sure,
മേം ആദ്യം ഇന്നത്തന്നെ കേറി പിടിച്ചൂലേ? അതെ, ഈ ഐഡിയ കൊണ്ടുവന്ന ആള് തന്നെ സ്റ്റാർട്ട് ഓക്കെ ചെയ്യുന്നല്ലേ. അങ്ങനെ തന്നെ ഓക്കെ, നീ പാർട്ട്ണർ യു ആർ നോട്ട്, ദിസ് ഇസ് നോട്ട്. ഓക്കെ, ഫസ്റ്റ് നമുക്കൊരു ട്രയൽ റൺ പോവാം. ഓക്കെ. ഓക്കെ, ജസ്റ്റ് ഓക്കെ, വിദ്യ സ്റ്റാർട്ട് ചെയ്തോളൂ. ഞാനോ? Yeah, start. ഞാൻ തുടങ്ങാം മാം. Okay, തുടങ്ങട്ടെ? സ്വപ്ന സ്റ്റാർട്ട് ചെയ്തോളൂ. Betty bought some bitter butter. Okay, വിദ്യ. Butter is very tasty. മജീദ്. Tasty food is always good. Wow, അടിപൊളി. okay, so ട്രയൽ റൺ നിർത്താലോ? ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, മനസ്സിലായി. ഓക്കെ, സോ ഈ ഓർഡറിൽ തന്നെ പോവാം. ഐ അഗൈൻ സ്റ്റാർട്ട് വിത്ത് സ്വപ്ന. അപ്പൊ ഒരു ഓർഡർ കീപ്പ് ചെയ്യാനാണ് കേട്ടോ. Okay. ഓക്കെ. വെയിറ്റ്, ഫസ്റ്റ് ഞാനൊരു ഓർഡർ തുടങ്ങിക്കോട്ടെ. ലെറ്റ് മീ മേക്ക് okay, an order okay. first. ഓക്കെ. ഓർഡർ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നില്ല, ബട്ട് ഐ മേക്ക് an order. ഓക്കെ. ഇട്ടുവരില്ലേ മാം? ഇട്ടുവരുന്നുണ്ട്. 5, 6, 7. എട്ടാമത്തെ ആള് ഞാനായിരിക്കില്ല, 7 പേരല്ലേ ഉള്ളത്? ഓക്കെ ഓക്കെ. Isn't it? 7 ആൾക്കാരല്ലേ ഉള്ളത്? മാം ഒന്ന് പേര് വിളിച്ചേ ഒന്ന്. Yeah, അതാണ്, ആരോ മിസ്സായ പോലെയുണ്ട്. സ്വപ്ന, മജീദ്, ശരി. പിന്നെ Yes. വിദ്യ, രേഖ, സ്വാദിഷ്, ഗിരീഷ് ആൻഡ് സനീഷ്. Isn't it? ആരെങ്കിലും ഞാൻ മിസ് ചെയ്തോ? Yes, ma'am. Did I miss Shibina. anyone? Shibina. ഷിബിന. ഷിബിന ഷിബിന ഞാൻ പേര് വിളിച്ചില്ല. ഇല്ല. ആ. ഓക്കെ, അപ്പൊ എട്ടായില്ലേ? പക്ഷെ ഇവിടെ ഞാൻ മ്യൂട്ട് ചെയ്തിരിക്കുന്നതിൽ ആരൊക്കെയോ ഇതായി പോയിട്ടുണ്ടല്ലോ. വേറെ സ്വാദിഷ്. സ്വാദിഷ് പോയോ? Yeah. നന്ദന. നന്ദനയും നിങ്ങൾ ഒരിക്കൽ, നന്ദന പ്ലീസ് അൺമ്യൂട്ട്. നന്ദന, ഞാൻ നേരത്തെ അൺമ്യൂട്ട് ചെയ്തിരുന്നോ നന്ദന? ഒരിക്കൽ അൺമ്യൂട്ട് ആക്കിയവരെ വീണ്ടും മ്യൂട്ട് ചെയ്യല്ലേ കേട്ടോ, പ്ലീസ്. നന്ദന, if you want to join, please unmute. Okay. Already 20 minutes കഴിഞ്ഞു. നമ്മൾക്കൊന്ന് സ്പീഡ് അപ്പ് ചെയ്യേണ്ടതുണ്ട്. ചെയ്തോ മാം, പെട്ടെന്ന് ആയിക്കോട്ടെ. ഒരു റൗണ്ട് നടത്താം. പേര് വിളിക്കുന്നവർ ഇവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ ഓൾറെഡി അവര് ഡയറക്റ്റ് അവർ പുറത്താവുകയാണ് കേട്ടോ. ഓക്കെ, സോ സ്വപ്ന, യു കെൻ സ്റ്റാർട്ട്. മൈ ഫേവറേറ്റ് ഫുഡ് ഇസ് ചിക്കൻ ബിരിയാണി. വിദ്യ. ചിക്കൻ ബിരിയാണി, ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. ചിക്കൻ ബിരിയാണി, ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. ഓക്കെ, മാനേജബിൾ. നെക്സ്റ്റ് മജീദ്. It is raining now. രേഖ. അവസാനത്തെ വാക്ക് കേട്ടില്ല, ക്ലിയർ ആയില്ല. Now. It is raining now. Now is the last word. Now the rain is coming with the thunder and lightning. This sentence is not clear. Nowadays the rain is coming with the thunder and lightning. Okay, Shibina. Lightning is a thing that is I am very much afraid of. Girish. Oh, fun. മാം ലാസ്റ്റ് വേർഡ് ഏതായിരുന്നു? Afraid. Afraid of. Oh, fun. ഓഫേഡ്. You can take afraid as the last word. അതും പോയി. Or of which sentence ഉണ്ടാക്കാം ട്ടോ. You ഉണ്ടാക്കാം, can ഉണ്ടാക്കാം. actually make sentence. Someone offered her glass of punch. സ്റ്റാർട്ടിങ് ഓഫ് ആയിരിക്കണം. സ്റ്റാർട്ടിങ് ഓഫേഡ്. സ്റ്റാർട്ടിംഗ് വേർഡോ ലാസ്റ്റ് വേർഡ് ആയിരിക്കണ്ടേ? അങ്ങനെയല്ല. Yeah, last. Afraid of which sentence ഉണ്ടാക്കാലോ. ഓക്കെ, ഇതിപ്പോ ഒരു ഫസ്റ്റ് റൗണ്ട് ആയതുകൊണ്ട് നമ്മൾ ആരെ ഔട്ട് ആക്കുന്നില്ല. നെക്സ്റ്റ് റൗണ്ടിൽ ശ്രദ്ധിക്കണേ. ഓക്കെ ഓക്കെ. ഓഫ് വെച്ചിട്ട് എങ്ങനെയാ സെന്റൻസ് ഉണ്ടാക്കുക? Of all the foods available, I like chicken biryani. Of all the colors available, I love blue color. Okay, അങ്ങനെയാണ് ട്ടോ. Off is a preposition. Off is a preposition.
Okay, അങ്ങനെ okay. പറഞ്ഞാൽ മതിയായിരുന്നു. Yes. Okay. Okay. Okay, So okay. last പറഞ്ഞതാര ഗിരീഷ് അല്ലേ? അതെ അതെ. Okay. Next, ഗിരീഷിന്റെ സെന്റൻസ് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യോ? एक मिनट में. Or wait, ഇവിടെ ഒരു ബ്രേക്ക്. Sanish, you can start with Someone the offered her glass of punch. ഇതാ ഞാൻ ലാസ്റ്റ് പറഞ്ഞത്. എന്തായിരുന്നു? Glass of Someone offered her a glass of punch. okay. Glass of Next is punch. Sanish. Punch. What did you mean by punch. punch? പഞ്ച് എന്ന് പറഞ്ഞ ബഞ്ചാണ് ഉദ്ദേശിച്ചത്. അല്ലല്ല PUNCH പഞ്ച് കിക്ക് ചെയ്യുക അല്ലെങ്കിൽ ഗ്ലാസ് ഓഫ് പഞ്ച് മീൻസ് ഗ്ലാസ് ഓഫ് പഞ്ച് ആൽക്കഹോൾ ഒരു ഹോട്ട് ഡ്രിങ്ക്സ് ഉദ്ദേശിച്ചത്. ഹോട്ട് ഡ്രിങ്ക്സ്. അത് തന്നെ ആ ഒരു ഇത് തന്നെ. Okay. ഓക്കെ. പഞ്ച് എന്നുള്ളത് ഒരു കോക്ടെയിലിന്റെ പേരാണോ? അതെ അതെ അതെ. ഓക്കെ. Okay. Next, Sanish. Sanish പോയി എന്ന് തോന്നുന്നു. Okay. So, Sanish. പഞ്ച് വന്നപ്പോഴേ ഓടി. Swadish. Swadish. I think Swadish has also gone. പഞ്ചന്റെ തലേ വരുമോ? Wait. Nandana. Punch is in different ways. Punch ഓക്കെ. is in different ways. Wow, very good. Okay. Next is Swapna. വേസ് അല്ലേ? വേസ് is an English word with 4 letters. Very good. Next, Vidya. Call letters are very easy to learn. Majid. Easy to learn. Call letters are very easy to learn. ലെറ്റേഴ്സ് അല്ലേ ലാസ്റ്റ് വേർഡ്? Letters. ആ, ലെറ്റേഴ്സ് Letters- വെച്ചിട്ടല്ലേ No, സ്റ്റാർട്ട്? 4 letters are easy to learn in the lay. Learn. Majid. To learn okay, learn. is very difficult To for learn alla. Learn is the last To word. learn. You have to listen actively. To learn alla. Learn ആയിരുന്നു. Okay, I'm sorry. learn കണ്ടുപിടിക്കണമെങ്കിൽ So you are out of the game. Okay. എന്നാലേ നമുക്ക് ഈ game wind up ചെയ്യാൻ പറ്റും. Okay. Next, Rekha, you can begin with a new sentence. Rekha. I think Rekha is not here. Shibina. ഇനിയിപ്പോ ആരൊക്കെ ഉണ്ട് മാം? ആരൊക്കെ ഉണ്ട്? Okay. Try to learn new things every day. Sorry, I didn't hear you, Shibina. Try to learn new things every day. Okay, No, no, Girish. no. ഇതിന്റെ ഇത് വെച്ചിട്ടാണ് മാം എവറി ഡേ വെച്ചിട്ട്. എവരിഡേ ഇങ്ങനെ വെച്ചിട്ട്. പറയില്ല കേട്ടോ. You have to listen actively. This is the last time we are repeating the last word. ഇവിടെ നെറ്റ്വർക്ക് ഇച്ചിരി ഇഷ്യൂസ് ഉണ്ട് അതാണ്. Okay. ഓക്കെ. 10 seconds over. I'm sorry, Girish. Better luck next time. Okay, Nandana, you can start with the new sentence. I love the red roses. പാസ് ചെയ്യില്ലേ? അല്ലേ? ഇല്ല, അപ്പൊ ഒരാൾക്ക് തിങ്ക് ചെയ്യാൻ കുറെ ടൈം കിട്ടിയില്ലേ? ആ, So that- കറക്റ്റ്. ആ, ഓക്കെ. So, Nandana, I love the red roses. okay. Swapna, Roses have thorns. Vidya, Thorns are in life also. Thorns ആ. Thorn അല്ലേ? THRONE. തോൺ, മുള്ള്, റോസിന്റെ മുള്ള്. ആഹാ. Thorns. ഉദ്ദേശിച്ചത് സെയിം ആയിരുന്നോ? തോൺ തന്നെയാണോ ഉദ്ദേശിച്ചത്? ഞാൻ ഉദ്ദേശിച്ച തന്നെ മുള്ള്. Thorn. ആ, ഓക്കെ. Always in life. Okay, next, Shibina. Life is to enjoy. Nandana, Enjoy every minute. Swapna, Every minute is precious for me. Out.
Me and families are enjoyable the vacation. Shivana? Vacation is the most important part in the life of a child. Nandana? Wow. Child will always be happy. Child will? Always be happy. Swapna? Happy days are yet to come. Come, let's to play. മാം നമുക്ക് നിർത്താം. ഇപ്പൊ വലിയ കുഴപ്പമില്ലല്ലോ എല്ലാരും. Okay. ഇപ്പൊ ഒരു ഐഡിയ കിട്ടിയില്ലേ? Yeah. Okay. അല്ലെങ്കിൽ സമയം പോവില്ലേ? നിങ്ങളുടെ ഇങ്ങനെ ഒരു സ്പോണ്ടേനിറ്റിയില് ഇവിടെ കുറച്ചൊരു ഇഷ്യൂസ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു അല്ലെ? രേഖ, സനീഷ്, ഞാൻ മെസ്സേജസ് ഇപ്പോഴായിരുന്നു കേട്ടോ കാണുന്നത്. ഞാനിവിടെ ഇവരുടെ ടൈമിംഗ് നോക്കിയിരിക്കുകയായിരുന്നു. ഓക്കെ, സോ ഇവിടെ നമുക്ക് മാം എല്ലാ ലേഡീസ് ആണോ? എല്ലാ ലേഡീസ് ആണോ ബാക്കിയൊന്ന്? നോ, ഗിരീഷ് ഇല്ല. യെസ്, ആരൊക്കെ ഉണ്ട് ഇപ്പൊ? finally it was Swapna, Vidya, Shivana and Nandana. Give them a big round of applause. Thank you. Ladies, stage you. Majid is also here. നമ്മൾ അങ്ങനെ ഒരു സാധനം വെക്കണ്ട. ബട്ട് all of work performed. I think നമ്മുടെ ക്ലാസ്സിന്റെ മൊത്തം സ്ട്രെങ്ത്തിൽ തന്നെ കൂടുതൽ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, so that's so the winners here are Swapna, Vidya, Shivana and Nandana. Give them a big round of applause. Okay, well, Thank you. girls, Thank you, ma'am. ഈ ഒരു ഗെയിം കളിച്ചപ്പോ എനിക്ക് തോന്നിയൊരു കാര്യം, നിങ്ങളുടെ ലിസണിങ് സ്കിൽസ് ഒന്നും കൂടെ കൂട്ടാനുണ്ട്. മേ ബി പറഞ്ഞതുപോലെ നിങ്ങളുടെ നെറ്റ്വർക്കിന്റെ ഇഷ്യൂസ് ആയിരിക്കാം. നമ്മൾ സ്പീക്ക് ചെയ്യാൻ പഠിക്കുമ്പോൾ പലപ്പോഴും മിസ് ഔട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ലിസൺ ചെയ്യാൻ മറക്കുക. നമ്മൾ നമ്മുടെ സ്കൂൾസിലും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലും പഠിപ്പിക്കാത്ത ഒരു സംഗതിയാണ് ലിസണിങ് എന്നത്. ഓക്കെ, വി ആർ ടോട്ട് ഹൗ ടു റൈറ്റ്, വി ആർ ടോട്ട് ഹൗ ടു റീഡ് ആൻഡ് വി ആർ ടോട്ട് ഹൗ ടു റീഡിങ്, റൈറ്റിംഗ്, സ്പീക്കിംഗ്. ഈ 3 കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. റീഡിംഗ്, റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ് ഇസ് ടോട്ട്. ബട്ട് വേർ ഇസ് ലിസണിങ്? ലിസണിങ് എവിടെ? കൃത്യമായി ലിസൺ ചെയ്താൽ മാത്രമാണ് നല്ലൊരു സ്പീക്കർ ആവാൻ സാധിക്കുള്ളൂ. ഇറ്റ് ഈസ് എ ഫാക്ട് ദാറ്റ് ഓൺലി എ ഗുഡ് ലിസണർ ക്യാൻ ബി എ ഗുഡ് സ്പീക്കർ. ഓക്കെ, സോ ലിസണിങ് നമ്മുടെ ഒരു ലാംഗ്വേജ് ലേണിംഗിൽ മാത്രമല്ല, നമ്മുടെ ഫാമിലി ലൈഫ്, പേഴ്സണൽ ലൈഫ്, പ്രൊഫഷണൽ ലൈഫ് എല്ലാത്തിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ലിസണിങ്. ഈ അടുത്തൊരു സ്റ്റഡി പ്രൂവ് ചെയ്ത കാര്യം എന്താന്ന് പറഞ്ഞാൽ, ഈ മിസ്കമ്മ്യൂണിക്കേഷൻസ് ഇല്ലേ, ഏറ്റവും കൂടുതൽ മിസ്കമ്മ്യൂണിക്കേഷൻസിന്റെ റൂട്ട് എന്ന് പറയുന്നത് ഫോൾട്ടി ലിസണിങ് ആണ്. അതായത് ലിസണിങ്ങിൽ വരുന്ന പ്രശ്നങ്ങളാണ്. ഓക്കെ, നാളെ ഞാൻ ചിലപ്പോ വരും എന്ന് പറയുന്നതിൽ ചിലപ്പോ ആ ചിലപ്പോ മിസ്സായിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? നാളെ ഞാൻ വരും. അപ്പൊ എന്താ? അതൊരു അഷ്യൂറൻസ് ആയി. നാളെ ഞാൻ ചിലപ്പോ വരും എന്ന് പറയുന്നത് എന്താണ്? ഒരു അൺസർട്ടനിറ്റി ആണ്. മഴ പെയ്യാണ്ടിരിക്കാം, ഒരു അൺസർട്ടനിറ്റി ആണ് ചിലപ്പോ എന്നുള്ള വേർഡ്. പക്ഷെ ഫോൺ ചെയ്യുന്ന സമയത്താവട്ടെ, ഒരാള് ഫേസ് ടു ഫേസ് കേൾക്കുന്ന സമയത്താവട്ടെ, നമ്മൾ ആ ഒരു ചിലപ്പോ കേട്ടിട്ടില്ല, ഞാൻ നാളെ വരും. അപ്പൊ നമ്മളിതൊരു അഷ്യൂരിറ്റി ആയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, അവള് വരും എന്ന് പറഞ്ഞിട്ട് വന്നില്ല, പിന്നെ അതൊരു പ്രശ്നമാവാം, ഫൈറ്റ് ആവാം. ഓക്കെ, സോ ലിസണിങ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ലിസണിങ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. കോവിഡിന്റെ ടൈമിൽ ഈ ഒരു ലിസണിങ് എന്ന കോൺസെപ്റ്റ് കുറെ പേര് പറയുകയൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ആ ഒരു ടൈമിൽ ഈ ഒരു ലിസണിങ് എന്നത് സ്കൂളിൽ പഠിപ്പിക്കാത്തത് കൊണ്ട് ഞാനും എന്റെ ഫ്രണ്ട്സും കൂടെ ഒക്കെ ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഇപ്പൊ അത് ഡെഡ് ആണ്. അന്ന് ഞങ്ങള് ഓഫ്ലൈൻ ആയിട്ടും ഓൺലൈൻ ആയിട്ടും ലിസണിങ്ങിന്റെ ഇമ്പോർട്ടൻസും ലിസണിങ് സ്കിൽസ് എങ്ങനെ വളർത്തിയെടുക്കാം എന്നൊരു ഇതിൽ സെഷൻസ് എടുത്തു കൊടുത്തിരുന്നു. ഇൻസ്റ്റഗ്രാം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ചെക്ക് ഔട്ട് ഗുഡ്നെസ് ഹബ് എന്ന പേരിലുള്ള ഒരു പേജ് ആണ്. ഇറ്റ് ഇസ് ആക്ച്വലി എൻ NGO. ഓക്കെ, ഒരു NGO ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. ഒരു മെന്റൽ ഹെൽത്ത് അവയർനെസ് കൊടുക്കുക, അതുപോലെ ഈ ലിസണിങ് എന്ന കോൺസെപ്റ്റ് ഒന്നും കൂടെ എംഫസൈസ് ചെയ്യാനൊക്കെ വേണ്ടി സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. സോ ഐ വോണ്ട് ഓൾ ഓഫ് യു ടു ഇംപ്രൂവൈസ് യുവർ ലിസണിങ് സ്കിൽ. മറ്റൊന്ന് സ്പോണ്ടേനിറ്റി. സ്പോണ്ടേനിറ്റി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇപ്പൊ ഇവിടെ നിങ്ങളൊക്കെ ഞാൻ 10 seconds തരുള്ളൂ എന്ന് പറഞ്ഞപ്പോ ജസ്റ്റ് നോട്ട് ചെയ്തൊരു കാര്യം, ആ ഒരു ഫസ്റ്റ് വേർഡ് പറഞ്ഞിട്ട് മീ ആൻഡ് അപ്പൊ ആ ഒരു ഗ്യാപ്പ്. സോ സ്പോണ്ടേനിയസ് ആയിട്ട് റൈറ്റ് സെന്റൻസസ്, സ്പോണ്ടേനിയസ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും സ്പീക്ക് ചെയ്യാൻ പറ്റും, ബട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് കറക്റ്റ് സെന്റൻസസ് സ്പീക്ക് ചെയ്യുക എന്നുള്ളത് മാറ്റേഴ്സ്. ഓക്കെ,
സോ ആ ഒരു സ്പോണ്ടേനിറ്റി ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് സ്വന്തമായി തന്നെ ഈ ഗെയിം ഇരുന്ന് കളിക്കാം. നിങ്ങൾ തന്നെ ഒരു സെന്റൻസ് ഉണ്ടാക്കുക, അതിന്റെ ലാസ്റ്റ് വിളിച്ച് നിങ്ങൾ തന്നെ അടുത്ത സെന്റൻസ് ഉണ്ടാക്കി ആ ഒരു ടൈമർ കീപ്പ് ചെയ്ത് നിങ്ങൾക്ക് തന്നെ സ്വന്തം ഈ ഗെയിം കളിക്കാവുന്നതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. സോ ഇനി 1 hour തീർക്കേണ്ട സെഷൻ നമ്മൾ ഓടിച്ചെന്ന് ഹാഫ് ആൻ അവറിൽ തീർക്കേണ്ടി വരും. ഓക്കെ. സോ ഡേ 228 എന്തായിരുന്നു നമ്മൾ ചെയ്തത്? ദാറ്റ് വാസ് പ്രൊനൗൺസിയേഷൻ പ്രാക്ടീസ്. So here I've taken some words that are commonly mispronounced. Okay, അപ്പൊ ഞാൻ വിളിക്കുന്നവരെ അവരൊന്ന് അൺമ്യൂട്ട് ചെയ്യണേ. അശോക് കുമാർ, can you please unmute? Ashok Kumar, can you please unmute Ashok Kumar? അല്ലെങ്കിൽ ഈ ഒരു സ്ലൈഡ് കംപ്ലീറ്റ് ചെയ്യാൻ I need your help. സോ അതിന് റെഡി ആയിട്ടുള്ളവരൊന്ന് താഴെ റെഡി എന്ന് പറയൂ. സോ ദാറ്റ് ഐ കോൾ യുവർ നെയിം. അപ്പൊ ഞാൻ പേര് വിളിച്ച് വെറുതെ ടൈം കളയേണ്ടി വരില്ല. സോ can you please read the first word given here? First word is kernel. Kernel, very good. Okay, so the pronunciation നമുക്ക് പലപ്പോഴും കേർണൽ എന്ന് പറയുമെങ്കിലും കേർണലിന്റെ സ്പെല്ലിംഗ് നമുക്ക് പലർക്കും അറിയില്ല. സോ ഇവിടെ ആ ഒരു OL, it is completely silent and we read it as kernel. Okay. Okay, thank you. And can you also read the next word? Cupboard. Cupboard, very good. Okay, അധിക ആൾക്കാരും നമ്മൾ പറയാ cupboard എന്നാണ്. It is not cupboard, it is cupboard. Okay, commonly mispronounced എന്ന് പറഞ്ഞിട്ട് ഇവിടെ എല്ലാവരും correct ആയിട്ടാണ് pronounce ചെയ്യുന്നത്. Very happy for that. Okay, thank you, Swapna. Next, Shibna, can you unmute? Yes, Okay, can ma'am. you read next word? etc. Etc. ഞാനും etc എന്ന് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്, but it is not actually etc. It's x എന്ന സൗണ്ട് വരില്ല. etc. Okay, etc എന്നാണ് കേട്ടോ വരിക. അത് നമ്മുടെയൊക്കെ പ്രശ്നം പറ്റിപ്പോകുന്നു. നമ്മൾ മൂവീസിലും അല്ലെങ്കിൽ കേൾക്കുമ്പോ etc എന്ന് പറയുമ്പോൾ we listen it as etc. Okay, അപ്പൊ നമ്മളുടെ ചെറിയൊരു misunderstanding ആണത്. Okay, it's etc. Okay, etc. Yeah, X എന്നുള്ള സൗണ്ട് വരുന്നില്ല. It's etc. Okay, thank you. And also, can you read the next word, please? Epitome. It is epitome. Okay, epitome. Okay. And ഈ വരുമ്പോ യൂഷ്വലി A സൗണ്ട് ആണ്. പക്ഷെ ഈ വേർഡിന് നമ്മളൊരു E സൗണ്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നോണ്ട് തന്നെ പൊതുവെ ഈയുടെ സൗണ്ട് എന്ന ഫോണറ്റിക് സൗണ്ട് A ആണ്. ബട്ട് ഫോർ ദിസ് വേർഡ് പെർട്ടിക്കുലർലി ഇറ്റ് is epitome. Epitome എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ ഇപ്പോ എന്താ മമ്മൂട്ടി ഈസ് an epitome in മലയാളം ഫിലിം ഇൻഡസ്ട്രി. അതായത് നമ്മളൊരു വളരെ നോട്ടബിൾ ആയ അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റിയ ഒരു സംഭവത്തിനെയാണ് നമ്മൾ എപ്പിറ്റമി, ഒരു മാർക്ക്. ഓക്കെ, Okay. so it is epitome അല്ല epitome. Okay, thank you. Epitome. And Okay, thank you, ma'am. Thank you, ma'am. Vidya, can you please unmute Vidya? Yes, ma'am. Can you please read the കേട്ടില്ല, I didn't hear you. Mischievous. Yeah, നമ്മൾ എല്ലാവരും അതിനെ മിസ്ചീവിയസ് എന്നാണ് പറയുന്നത്, ബട്ട് ഇറ്റ്സ് ആക്ച്വലി മിസ്ചിവസ്. ആ ബി കഴിഞ്ഞിട്ട് ശരിക്കും ഐ ഇല്ല. മിസ്ചീവിയസ് എന്ന് വായിക്കേണ്ട ആവശ്യം ഇല്ല. ഇറ്റ്സ് മിസ്ചിവസ്. മിസ്ചീ സൗണ്ട് അവിടെ ഇല്ല ആക്ച്വലി. ഇറ്റ്സ് മിസ്ചിവസ്. ഓക്കെ, മിസ്ചീവിയസ് എന്നല്ല, ഇറ്റ്സ് മിസ്ചിവസ്. Split the word into 3. First of the MIS is miss, then CHIE is actually read as cha. She ella, it's cha. VOUS is read as was. So mischievous. Okay. In the mischievous child, mischievous, it is mischievous child. Okay. He is or she is a mischievous child. Okay. Also, can you please read the next word? Remuneration. Remuneration. Yeah, remuneration. Remuneration alla, remuneration. Okay, that is correct. പലരും remuneration എന്ന് പറഞ്ഞ it is
ഇവിടെയും I E sound ആണ്. Okay, that is E is having I sound. E ആണ്. Remuneration അല്ല, it's remuneration. Okay, remuneration അല്ല, it is remuneration. Okay, thank you, Vidya. Okay, ma'am. Next, Rekha, can you please unmute? Okay, ma'am. Please read the next word. Gesture. I didn't hear you. Gesture. 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 Very good. Gesture. Very good. Okay. So ഇവിടെ G ആണ് എന്നുണ്ടെങ്കിലും G ക്ക് പൊതുവെ phonetic sound G ആണ്. It is not gesture, it is gesture. Okay. Okay, also the next word, please. Entrepreneur. Entrepreneur. Yeah, almost correct, but it's entrepreneur. Okay. E sound alla, we give Entrepreneur. sound. Entrepreneur. Entrepreneur. Okay. Okay, ma'am. TREPRENEUR ഒരു സംരംഭകൻ അല്ലെങ്കിൽ സംരംഭക എന്നുള്ള വേർഡിന്റെ ആണ് അതിന്റെ മീനിങ്. ഇറ്റ് ഇസ് entrepreneur. Okay, ഈ വെച്ചിട്ടാണ് സ്റ്റാർട്ടിംഗ് എന്നുണ്ടെങ്കിൽ പോലും ഒരു സ്റ്റാർട്ടിംഗിൽ ആ ഒരു സൗണ്ട് AHN എന്നുള്ള ഒരു സൗണ്ട് ആണ് entrepreneur. Okay. Okay, thank you. Okay, thank you, Rekha. Next, Baiju. RK Baiju, can you please unmute? Rekha mute ചെയ്തോളൂ. RK Baiju, can you please unmute? Hello. Yes, can you please read the next word? Synonym. Yeah. അവിടെ synonym എന്ന് നമ്മൾ പറയില്ല. It is actually synonym. Synonym എന്ന് പറയണ്ട. It is actually synonym. Synonym. Yeah, synonym. Synonym എന്ന് പറയേണ്ട ആവശ്യം ഇല്ല. Okay. Synonym. Okay, ma'am. Thank you. Okay, can you also read the next two words, please? Vehicle. Vehicle. അവിടെ H ആ ഒരു വേർഡ് ഇത്. Vehicle H silent ആണ്. So it is actually vehicle. 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 Okay, അതിന്റെ ഇടയിലുള്ള BEH ആ H silent ആണ്. It's vehicle. Vehicle അല്ല, it's vehicle. And culture ഈ ഒരു വ്യത്യാസം മൈന്യൂട്ട് ഡിഫറൻസുകളാണ്. പക്ഷെ ഇവിടെ നമ്മൾ അഡ്വാൻസ്ഡ് പ്രൊനൗൺസിയേഷൻ പ്രാക്ടീസ് ആയതുകൊണ്ടാണ് മാക്സിമം കറക്റ്റ് ചെയ്യാൻ നോക്കുന്നത്. ഓക്കെ, വെഹിക്കിൾ. വെഹിക്കിൾ അല്ല, വെഹിക്കിൾ. ഐ ഹോപ്പ് നിങ്ങൾ എല്ലാവരും അവിടെ ഇരുന്ന് പറഞ്ഞു നോക്കണേ. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വേർഡ് പ്ലീസ്, ബൈജു. Genre. Genre. ജോണർ. ജോണർ. ജോണർ എന്ന വേർഡിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏത് തരത്തിലുള്ള മൂവിയാണ് നിങ്ങൾക്ക് ഇഷ്ടം, അല്ലെങ്കിൽ ഏത് കൈൻഡ് ഓഫ്, ഏത് ജോണറിൽ പെട്ട മൂവിയാണ് നിങ്ങൾക്ക്, ഏത് ജോണർ ഓഫ് സോങ്സ് ആണ് ഇഷ്ടം, മെലഡീസ് ആണോ, ജാസ് ആണോ, റാപ്സ് ആണോ, ഒക്കെ ഒരു കാറ്റഗറി, ഒരു സ്റ്റൈൽ, അല്ലെങ്കിൽ വാട്ട് കാറ്റഗറി എന്നുള്ളതിനാണ് നമ്മൾ ജോണർ. ഓക്കെ, സോ First time I am hearing these words. First time I am hearing these words. ജോണർ ആണോ കേൾക്കുന്നത്? ചിലപ്പോ കേട്ട് കാണും, ശ്രദ്ധിക്കാനിട്ടാവും. ജോണർ, വാട്ട് സ്റ്റൈൽ ഓഫ്, okay, which genre of music do you enjoy the most? ഏത് തരത്തിലുള്ള മ്യൂസിക് ആണ്? Okay, Genre. Okay. genre. Okay, so the spelling ഇതാണ് GENRE, but it is pronounced as genre. Okay. Okay, ma'am. Thank you. Thank you so much, Baiju. Okay. Okay, so ഇത് ജസ്റ്റ് കുറച്ച് വേർഡ്സ് ഞാൻ ഇവിടെ എടുത്തിട്ടേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള, നിങ്ങൾക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യേണ്ട വേർഡ്സ് നിങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്യുക. ജസ്റ്റ് ഗൂഗിളിൽ ഓരോ വേർഡ് അടിച്ചാൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ പ്രൊനൗൺസിയേഷൻ കിട്ടും. ഓക്കെ, ഇറ്റ് ഇസ് ഓക്കെ. സ്വാദിഷ് ഓഫീസിലായിരുന്നു പറഞ്ഞ മെസ്സേജ് അയച്ചു. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ. ജോൺറേ എന്നും പറയുന്നത് കേട്ടിട്ടുണ്ട്. ബട്ട് ഇന്ന് ഞാനിപ്പോ നിങ്ങൾക്ക് ഒരു സെഷൻ എടുക്കുന്നതിന് മുമ്പ് ഞാൻ ആക്ച്വലി 2-3 സ്ഥലത്ത് റെഫർ ചെയ്ത് ഇതിന്റെ പ്രൊനൗൺസിയേഷൻസ് കറക്റ്റ് ആക്കിയിട്ടായിരുന്നു വന്നത്. സോ വാട്ട് ഐ കുഡ് ഫൈൻഡ് ഇസ് ജോണർ. ഓക്കെ, ജോൺറേ എന്ന് പറയുന്നത് ഐ ഹാവൻ ഹേർഡ്, ഇറ്റ് ഇസ് ജോണർ. ഓക്കെ, മേ ബി ഇനി ബ്രിട്ടീഷ് അമേരിക്കൻ ഡിഫറൻസുകൾ അല്ലെങ്കിൽ സ്ലാങ് ഡിഫറൻസ് ഒക്കെ വരുമ്പോൾ മേ ബി ഉണ്ടാവാം. ഓക്കെ, അതുകൊണ്ട് ഇവിടെ എന്റെ പ്രൊനൗൺസിയേഷൻ മാത്രമാണ് ശരിയെന്ന വാദം ഞാൻ ഇവിടെ വെക്കില്ല. ഞാൻ യൂട്യൂബും ഗൂഗിളും റെഫർ ചെയ്ത് ഞാനിവിടെ ഫോണറ്റിക്സ് എഴുതി വെച്ചിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞത്.
Okay, Krishna has supported me telling that genre ആണ് correct. Okay, thank you. And next is activity of day 100 to 29, that is English through theatre. Theatre എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്രാമ അല്ലെങ്കിൽ സ്കിറ്റ്സിനെയൊക്കെയാണ് നമ്മൾ പൊതുവെ തിയേറ്റർ പെർഫോമൻസ് എന്ന് പറയുന്നത്. സോ നിങ്ങളുടെ അന്നത്തെ ആക്ടിവിറ്റി എന്തായിരുന്നു? ഏതെങ്കിലും ഇംഗ്ലീഷ് പ്ലേയിലെ ഒരു പെർഫോമൻസ് എടുത്ത് അത് നിങ്ങൾ പെർഫോം ചെയ്യുന്നതായിട്ട് റെക്കോർഡ് ചെയ്യുക എന്നതായിരുന്നു നിങ്ങളുടെ ആക്ടിവിറ്റി. ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ put it up in the chat box. Okay? പലപ്പോഴും പല ലാംഗ്വേജ് ലേണിംഗിലും അല്ലെങ്കിൽ സ്കിൽ ലേണിംഗിലും ഒക്കെ ആക്ട് ചെയ്യിപ്പിക്കും. നമ്മൾ റോൾ പ്ലേസ് ചെയ്യാറില്ലേ? അതിന്റെ ഒരു ഡിഫറെന്റ് വേ ആണ് ഇപ്പോൾ തിയേറ്റർ പ്ലേ. തിയേറ്റർ എന്ന് പറയുമ്പോൾ അധിക സമയവും എന്താണ്, നാടകത്തിൽ രണ്ടിലധികം പേര് ഒരുമിച്ച് ഡയലോഗ്സ് പറയുക എന്നുള്ളതാണല്ലോ. ബട്ട് വാട്ട് ഈസ് മോർ ഹിയർ? നമുക്ക് എഴുതി വെക്കുന്നത് പോലെ വായിക്കാൻ പറ്റുമോ? ഇപ്പൊ വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ലെറ്റർ എനിക്ക് എന്റെ സോഷ്യൽ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നത് പോലെ വായിക്കാൻ പറ്റുമോ? ഇല്ല. സോ how acting in English enhances language learning. It focuses on emotional expression and character development. നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന സാധനങ്ങൾ എങ്ങനെ കൃത്യമായി പറയണം എന്ന് പഠിക്കും. ഇപ്പോ ഐ എം റിയലി സാഡ് എന്നത് ഐ ആം റിയലി സാഡ് എന്നാരെങ്കിലും പറയോ? ഇല്ലല്ലോ. We have to keep up a tone for what we tell. നമ്മൾ എന്ത് പറയുന്നു എന്നതിനേക്കാൾ പലപ്പോഴും ഇമ്പോർട്ടന്റ് ആണ് how we tell. Okay? Sometimes how we tell is more important than what we tell. Okay? So acting or such type of drama, role playing can help you focusing on emotional expression. Character development. Character development എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ ലിവിങ് ആണ്, കുറച്ചും കൂടെ പ്രാക്ടിക്കലി എക്സ്പീരിയൻസ് ചെയ്യാണ്. സോ നിങ്ങൾ ഇൻ റിട്ടേൺ നിങ്ങളുടെ എഴുതി വെച്ച സംഭവങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇൻ ടേൺ ദിസ് ആക്ടിങ് ഇസ് അഗെയിൻ ഹെൽപ്പിംഗ് യുവർ റൈറ്റിംഗ്. ഓക്കെ? ഒരു ക്യാരക്ടർ ആക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ അനുഭവിക്കുന്നു എന്ന് നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ റൈറ്റിംഗിലേക്ക് ആഡ് ചെയ്ത് കൂടുതൽ വിവിഡ് ആക്കി എഴുതാൻ സാധിക്കും. നെക്സ്റ്റ് ഇസ് ബിൽഡിംഗ് കോൺഫിഡൻസ്. ഹൗ? എങ്ങനെയാണ് ആക്ടിങ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നത്? കാരണം വി ആർ സ്പീക്കിംഗ് ഇറ്റ് ഔട്ട്. സോ ആക്ടിങ് ക്യാൻ ബി നിങ്ങൾ ആൾക്കാരുടെ മുമ്പിൽ തന്നെ ആക്ട് ചെയ്യണം എന്നില്ല. ഓക്കെ? നിങ്ങൾക്ക് നിങ്ങളുടെ മിററിന്റെ മുമ്പിൽ ആക്ട് ചെയ്യാം. ഓക്കെ? മിറർ ടോക്ക് ഇസ് കൈൻഡ് ഓഫ് ആക്ടിങ്. നിങ്ങളുടെ ഫോണിൽ തന്നെ ഫ്രണ്ട് ക്യാം ഓൺ ചെയ്ത് വെച്ച് ആക്ട് ചെയ്ത് അത് റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് തന്നെ അതിരുന്ന് വാച്ച് ചെയ്യാം. സോ ഇറ്റ് ബിൽഡ്സ് യുവർ കോൺഫിഡൻസ്. ഓക്കെ, ഐ ആം ഡൂയിങ് ഗുഡ്. ഇഫ് ഇൻ കേസ് യു ആർ ഡൂയിങ് ബാഡ്, യു കെൻ ഓൾസോ ഇംപ്രൂവ് ഇറ്റ്. Okay, next is emotional intelligence. What is emotional intelligence? What is emotional intelligence? ഇവിടെ സൈക്കോളജിക്കാർ ആരും ഇല്ലേ? സൈക്കോളജി, സോഷ്യൽ വർക്ക് സ്റ്റുഡൻസ്, എന്താണ് ഇമോഷണൽ ഇന്റലിജൻസ്? ദിസ് ഇസ് റിലേറ്റഡ് ടു യുവർ ഫീൽഡ്, ആക്ച്വലി our field. Controlling emotion is part of emotional intelligence. Okay, I'll tell. Emotional intelligence എന്ന് പറഞ്ഞാൽ നമ്മളുടെ വികാരങ്ങളെയും നമ്മളുടെ ചുറ്റുമുള്ളവരുടെ വികാരങ്ങളെയും മനസ്സിലാക്കുന്നതും അതേസമയം നമ്മളുടെ വികാരങ്ങൾ കൺട്രോൾ ചെയ്യാനുമുള്ള കഴിവിനെയാണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഓക്കെ? അതിൽ എന്തൊക്കെ വരുന്നുണ്ട്? ഒന്ന് മനസ്സിലാക്കൽ, അണ്ടർസ്റ്റാൻഡിങ് വൺസ് ഓൺ ആൻഡ് അതേഴ്സ് ഇമോഷൻ ആസ് വെൽ ആസ് കൺട്രോളിങ് വൺസ് ഓൺ ഇമോഷൻ. മറ്റൊരു ഭാഗം എക്സ്പ്രസിങ് ഇമോഷൻ. ഇമോഷണൽ ഇന്റലിജൻസിൽ വരുന്ന ഒരു കാര്യമാണ് നമ്മളുടെ ഇമോഷൻസ് നമ്മൾക്ക് എങ്ങനെ മറ്റൊരാൾക്ക് പറഞ്ഞു. നോ, ഇമോഷണൽ ഇന്റലിജൻസ് ഇസ് നോട്ട് ലൈക്ക് എംപതി. എംപതി ഇസ് എ ടോട്ടൽ ഡിഫറെന്റ് തിങ്. എംപതി എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റൊരാളെ അയാളുടെ ഫ്രെയിം ഓഫ് റെഫറൻസിൽ നിന്ന് അയാളെ മനസ്സിലാക്കുന്നതാണ് എംപതി. ഓക്കെ? സോ ഇമോഷണൽ ഇന്റലിജൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഉള്ളിലെ വികാരങ്ങളെ അതുപോലെ നമ്മൾ ഫീൽ ചെയ്യുന്നത് പോലെ പറയുക എന്നുള്ളത്. ഇടയ്ക്ക് നമ്മൾ പറയില്ലേ, സങ്കടമല്ല, എന്തോ ചങ്കിലെന്തോ കുടുങ്ങിക്കണ പോലെ എന്നൊക്കെ പറയില്ലേ? അതെങ്ങനെയാ നമ്മൾ റൈറ്റിംഗിലൂടെ എക്സ്പ്രസ് ചെയ്യാ? ഐ ഫീൽ ലൈക്ക് സംതിങ് ഇസ് സ്റ്റക്ക് ഇൻ മൈ ത്രോട്ട് എന്ന് എഴുതിയാൽ ഡസ് ഇറ്റ് റിയലി കൺവേ വാട്ട് വി മീൻ? ബട്ട് ഇങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. ഐ ഫീൽ ലൈക്ക് എ ഹെവി റോക്ക് ഇസ് കെപ്റ്റ് ഓൺ മൈ ഹാർട്ട്. നെഞ്ചത്ത് കല്ലെടുത്ത് വെച്ച വേദന എന്നുള്ളൊരു കോമൺ യൂസേജ് ഉണ്ട്. ഓക്കെ? സോ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ ഫീലിങ്സിനെ കൃത്യമായി എഴുതാൻ സാധിക്കും ഈ ആക്ടിങ്ങിലൂടെ. ആക്ടിങ് നമുക്ക് ശരിക്കും അതിനുള്ളൊരു കപ്പാസിറ്റി ബിൽഡ് ചെയ്ത് തരും. നെക്സ്റ്റ് ഇസ് ബോഡി ലാംഗ്വേജ് ആൻഡ് എക്സ്പ്രഷൻ. Body language and expression is
an important part of communication, be it at the language maybe any language, Malayalam, English, Arabic, Urdu, Hindi. Okay, whichever language is it, no matter, body language and expression is important. So ഇവിടെ പലർക്കും writing skills ഉണ്ടാവും, reading skills അടിപൊളിയായിരിക്കും, but coming to speaking skills you might lack some things. Okay, so ഈ ആക്ടിങ്ങിലൂടെ നമ്മുടെ സ്പീക്കിംഗ് സ്കിൽസിലെ കുറവുകൾ നികത്താൻ പറ്റും. You can improve your body language. നിങ്ങൾ തന്നെ നിങ്ങളൊരു എന്താണ് ഒരു സ്പീച്ച് പറയുന്നതോ അല്ലെങ്കിൽ ഡിബേറ്റ് ചെയ്യുന്നതോ ഒക്കെ വീഡിയോ എടുത്ത് നോക്കി നോക്കാം. So you will have an idea about body language. അധികമായി തല കുലുക്കുന്നുണ്ടോ, അധികമായി കൈയിട്ട് ആക്ഷൻസ് കൂടുതലാണോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ആൻഡ് ഫൈനലി ഇംപ്രവൈസേഷൻ സ്കിൽസ്. ഇംപ്രവൈസേഷൻ സ്കിൽസ് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മളെ തന്നെ ബെറ്റർ ആക്കാനുള്ള ഒരുപാട് ചാൻസ് ആക്ടിങ്ങിൽ ഉണ്ട്. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ ഫോണിൽ റെക്കോർഡ് ചെയ്ത് വെച്ച് അത് കാണുക. Also asking for constructive criticism from the people who are your audience. Okay, so ma'am, I need to leave. Okay, Swadish. Okay. Yes, Swadish, you can. Okay, so that's about the activity. I think Aram cheyiditilla. Where is Amina? Amina vandille. Yes, Amina is not here. And I miss her because Amina and Dardan, she might have done it. Kavithayamilla. I think Kavithana starting il kandadupole illa alle. It was Vidya and Swapna. And Matte Swapnayum innilla thonunu. Where is the other Swapna? The other Swapna ivada കാണുന്നുണ്ട്, but I didn't. Okay. Are you activity ചെയ്തിട്ടില്ലല്ലോ? Did anyone do this activity? Please let me know. If anyone has done this activity, please put it up here. Okay, Swadish ne leave endondu Swadish inki activities aayikkunnundu. Okay, Swadish, I'll look into it. Thank you. Okay, next is debating contemporary issues. Okay, Swadish, ഒന്ന് എനിക്കല്ലാതെ എല്ലാവർക്കും കൂടി ആ ഡിബേറ്റിന്റെ ഒന്ന് chat box il ഇടുവോ? That is activity of day 230, debate on contemporary issues. Yes, I will read. Please pause the activity of day 230 for everyone. Okay, the activity was to organize a debate on any current issue. Okay, so okay, but I submitted the activity. Okay, first we'll discuss Swadish. Okay, Swadish ita picture on ellarum edukane. Cheyathavarum cheydavarum ellavarum have a look at it. It is not a contemporary issue. Oh, okay. So, Swadish, I'll look into it later. Ivada da Swapna, I think contemporary issue lana cheyidirikkannathu. So we'll have a look at it. Okay. Debate on contemporary issue. Topic: social media, boon or bane. Everyone, please look at Swapna's activity. It is posted in the chat box. Okay, and the argumentations for social media as a bonus connects people, facilitates information sharing. Just a minute. Okay, facilitates information sharing, provides a platform for self-expression, helps to enhance our creativity, keep us updated with current affairs, monetary benefits. Okay. Social media as a bane: invasion of privacy, cyberbullying, spreading misinformation. There is usage called WhatsApp University for spreading misinformation through WhatsApp. Addiction to social media often creates conflicts in the family. Conclusion: I am using social media actively from 2011 onwards. Responsible usage and rational thinking helped me in navigating the digital world towards the right direction. Wow, very good. That's a small debate, but points are precise, concise. Okay. But Swapna, the only thing what I felt is advanced English the sentence felt very basic. That maybe short anyway, the points are very much clear. Okay.
Very good. I'm happy with it. Yes, okay. So Adish, I will look into yours. നമുക്ക് ഒരു 5 minutes കൂടെ ഉള്ളൂ. So ഞാൻ കുറച്ചൊന്ന് സ്പീഡ് ആക്കുകയാണ്. So here നമ്മൾ ഈ ഡിബേറ്റ് ചെയ്ത് സ്വന്തം പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ ഉണ്ടാവുന്ന വാല്യൂസ് എന്തൊക്കെയാണ്? The value of debating. Debate can help you improve your critical thinking skills. Critical thinking എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാര്യത്തിനെ പല ആംഗിളിൽ നിന്ന് നോക്കി കാണാൻ സാധിക്കും. ഇപ്പോ ഞാൻ സോഷ്യൽ മീഡിയ പൂർണ്ണമായി എന്താണ് സോഷ്യൽ മീഡിയ കൊണ്ട് ഗുൺ മാത്രമേ ഉള്ളൂ, അതായത് ബെനിഫിറ്റ്സ് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ എങ്കിൽ പോലും ഒരു ഡിബേറ്റ് നടക്കുന്ന സമയത്ത് എന്താണ് ഐ ഓൾസോ ഹാവ് ടു ലുക്ക് ഇൻ ടു ഇറ്റ്സ് ഡിസ്അഡ്വാൻറ്റേജസ്. സോ ആ സമയത്ത് എന്താണ് ഐ എം ക്രിട്ടിക്കലി തിങ്കിങ്. നെക്സ്റ്റ് ഇസ് റിസർച്ച് സ്കിൽസ്. നമ്മള് ഒരു ഡിബേറ്റ് നടക്കുന്ന സമയത്ത് വിൽ need to have in-depth knowledge about the thing we are arguing. So we will read articles, research papers, so it will improve your research skills. Next is organization and arrangement. നമ്മൾ ഡിബേറ്റിന് വേണ്ടി പോയിന്റ്സ് കളക്ട് ചെയ്യുന്ന സമയത്ത് we'll get so many points. So how we organize and how we arrange it is important. And debating-ൽ നമ്മുടെ presentation വളരെ important ആണ്. Okay, നമ്മുടെ ഒരു പെർസ്വേസീവ് ലാംഗ്വേജ് എത്രമാത്രം യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. So organization and arrangement of words, sentence structure, points are all important. Next is oral communication skills. ഇപ്പോൾ ഡിബേറ്റിംഗിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഹൗ വി സ്പീക്ക് എന്നുള്ളത്. വളരെ ലൗഡ് ആയിരിക്കുക, ക്ലിയർ ആയിരിക്കുക. ആൻഡ് നമ്മൾ എന്താണ് ഒരു ആർഗ്യുമെന്റ് സ്റ്റൈലിലാണല്ലോ ഡിബേറ്റ് പൊതുവെ ഉണ്ടാവാറ്. തല്ലല്ല, ഒരു കാം കൈൻഡ് ഓഫ് ആർഗ്യുമെന്റേഷൻ. സോ ആ സമയത്ത് നമ്മളുടെ കൂടുതൽ ഇമ്പോർട്ടന്റ് ആയ പോയിന്റ്സ് വരുന്ന സമയത്ത് റേസ് യുവർ വോയിസ്, അതല്ലാതെ അതിന്റെ എക്സ്പ്ലനേഷന്റെ സമയത്ത് യു ക്യാൻ ലോവർ യുവർ വോയിസ് എന്നിങ്ങനെ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ദാറ്റ് ഇസ് ഓറൽ കമ്മ്യൂണിക്കേഷൻ, ദാറ്റ് ഇസ് സ്പീക്കിംഗ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. എക്സ്പ്ലനേഷൻ പവർ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ എന്തുകൊണ്ട് ഇത് നല്ലതാണ്, സോഷ്യൽ മീഡിയ എന്തുകൊണ്ട് ഗുണാണ്, എന്തുകൊണ്ട് ബെയിൻ ആണ് എന്ന് അവരെ എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലാക്കാനുള്ള ഒരു കപ്പാസിറ്റി ബിൽഡ് ചെയ്യാൻ ഡിബേറ്റുകളിലൂടെ സാധിക്കും. ദെൻ ലിസണിങ് ആൻഡ് നോട്ട് ടേക്കിംഗ് സ്കിൽസ് ക്യാൻ ബി ഇംപ്രൂവ്. കാരണം നമ്മളുടെ ഓപ്പോസിറ്റ് ടീമിലുള്ള ആൾക്കാരുടെ കൗണ്ടർ അറ്റാക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അവർ പറയണ എതിർക്കണം എന്നുണ്ടെങ്കിൽ ആക്റ്റീവ് ലിസണിങ് ആൻഡ് നോട്ട് ടേക്കിംഗ് സ്കിൽസ് ആർ ഇമ്പോർട്ടന്റ്. ദെൻ പൊതുവെ എന്താണ് ഇത്തരത്തിലുള്ള കണ്ടംപററി ഇഷ്യൂസിലൊക്കെ നമ്മൾ ഈ ഡിബേറ്റ്സിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഇൻക്രീസസ് നോളജ് അബൌട്ട് ദ വേൾഡ്. നെക്സ്റ്റ് ഇസ് അനലൈസിങ് ഇംഗ്ലീഷ് ഇൻ അഡ്വർടൈസിങ്. സോ ഒരു കുഞ്ഞി ആക്ടിവിറ്റി ചെയ്യുക. ഐ ഗിവ് യു ഓൾ 2 minutes. ഏതർ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിന് നിങ്ങൾ ഒരു ക്യാച്ചി സ്ലോഗൻ ഉണ്ടാക്കുക. എന്താ ഗ്രീൻ ടീയോ റെഡ് ലേബലോ നിഡോ, ഓർ എൽസ് യു ക്യാൻ ക്രിയേറ്റ് യുവർ ഓൺ പ്രോഡക്റ്റ്. ആ പ്രൊഡക്റ്റിന് നിങ്ങൾക്ക് പേരിട്ട് അതിനൊരു ക്യാച്ചി സ്ലോഗൻ കൊടുക്കുക. ഓക്കെ, സോ ഇത് നിങ്ങൾ ഏത് ഫോർമാറ്റിലാണ് ഇവിടെ ചാറ്റ് ബോക്സിൽ ഇടേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് എന്ന് കൊടുത്തിട്ട് എന്താണ് പ്രൊഡക്റ്റ് എന്ന് ഇങ്ങനെ ഇടുക. ദെൻ സ്ലോഗൻ എന്താണെന്നുള്ളത്. ആൻഡ് വാട്ട് ഇസ് സ്പെഷ്യൽ വിത്ത് സ്ലോഗൻ? സ്ലോഗൻ വളരെ ഷോർട്ട് ആയിരിക്കും. മറ്റേ പടത്തിലില്ലേ ഗാദാ ജംബ, വേറെവർ യു ഗോ ഐ ആം ദേർ, അതിനെയാണ് കേട്ടോ സ്ലോഗൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് കാൺ ബി 2 or 3 sentences. It should be in a single sentence also. എന്താണ് ഒരു 15 to 20 words ഉള്ള ഒരു സെന്റൻസ് ആവരുത്. It should be short as possible. Malabar Gold, where beauty meets quality. Definitely, just in 3-4 words. Lulu, where the world comes to shop. അത്തരത്തിലുള്ള സ്ലോഗൻസ് ഉണ്ടാക്കുക. സോ നിങ്ങൾ ഇടുന്ന സമയത്ത് പ്രൊഡക്റ്റ് എന്താണ് എന്ന് മെൻഷൻ ചെയ്യണം. ആൻഡ് ദെൻ ദ സ്ലോഗൻ ഷുഡ് ബി ഷോർട്ട് as possible as you can. ആൻഡ് സ്ലോഗൻസ് കോപ്പി അടിച്ചതാവരുത്. പ്രൊഡക്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സിസ്റ്റിംഗ് ആയ ഒരു പ്രൊഡക്റ്റിന് ഇപ്പോൾ ഉള്ളതിനേക്കാൾ, ഇപ്പൊ മലബാർ ഗോൾഡിന് ഒരു ബെറ്റർ സ്ലോഗൻ ഉണ്ടാക്കി കൊടുക്കാം, ലുലുവിന് ഒരു ബെറ്റർ സ്ലോഗൻ ഉണ്ടാക്കി കൊടുക്കാം. ഇനി നിങ്ങൾക്ക് എക്സിസ്റ്റിംഗ് ആയ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി കൊടുക്കാൻ താല്പര്യമില്ലാത്തവർ സ്വന്തമായിട്ട് പ്രൊഡക്റ്റ് ഉണ്ടാക്കിക്കോളൂ. ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. I'll be giving only exactly 2 minutes. 8:58 ആയി. 9 മണിക്ക് നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകും. ഇത്തരത്തിലുള്ള സാഹചര്യത്തിലാണ് നമ്മളുടെ വൊക്കാബുലറി എത്ര മാത്രം ഉണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. പെട്ടെന്ന് വേർഡ്സ് സെന്റൻസും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് they will be having a good vocabulary. Milma blueberry ice creams slogan. Let's cool your summer with our blueberry ice creams. Okay.
നിങ്ങളുടെ സ്ലോഗൻസിൽ റൈമിംഗ് വേർഡ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അട്രാക്റ്റീവ് ആയിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഗുഡ്. ഓക്കെ, ഗുഡ് വൺ കൃഷ്ണ. ആൻഡ് കൃഷ്ണ നേരത്തെ അത് പോസ്റ്റ് ട്രാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ വെരി മച്ച് അപ്രീഷിയേറ്റ് യുവർ എഫേർട്ട്. വെരി ഗുഡ്. Lux soap, soap that cleans, entertains, and tickles. A slogan is okay, but entertains, ഒരു സോപ്പ് എങ്ങനെയാണ് എന്റർടൈൻ ചെയ്യുന്നത്? ടെക്സ്റ്റൈൽ, Rangila, festival of colors. Okay. Product face mask, brighten our face with smile. Wherever we go, we need it. Okay. Yes, Mariam in the condition. How are you, Mariam? My product, best mineral water. My own product. Try the best, leave the rest. Okay. Girish, helmet in the two baki evade. Slogan vandillillo. Product, Posy Dog Biscuits. Give your possum friends a positive energy. Wow, that is creative. Good one. Your life, your safety. Okay, safety kuri e missing under it. Homemade chocolate. Enjoy the melting. Enjoy the melting moments. Very good. Very good. Good ones of now. Choco cakes. Life is short. Enjoy every cake moment. Okay. Reynolds, my pride. Is already my pride. Reynolds, writers like me. Okay. Thank you. Okay, that was a good attempt by all of you. Product, nutritional food. Balanced food diet is our motive. Okay. English enrichment program. Learn English without fear. Okay. Good one, Vidya. Okay, thank you. So we'll be, I hope നിങ്ങൾ എല്ലാവരും your activity ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. I'm moving on to our next one. Please, ഒരു 10 minutes കൂടെ എല്ലാവരും ഒന്ന്. Okay, it's 9 o'clock, I know, but I want all of you to, I request all of you to stay for 10 more minutes. Okay. Next is personal essays. Yeah. Personal essay, it is activity of day 232. നിങ്ങൾക്ക് ലൈഫിൽ ഇമ്പോർട്ടന്റ് ആയ എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് എസ്സേ എഴുതാനായിരുന്നു നിങ്ങൾക്ക് തന്ന ആക്ടിവിറ്റി. ലെറ്റ് മീ ടെൽ അബൌട്ട് പേഴ്സണൽ സ്റ്റോറി ടെല്ലിംഗ്. പേഴ്സണൽ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ലൈഫിൽ നടന്നു കഴിഞ്ഞിട്ടുള്ള ഇൻസിഡൻസ്. ഇറ്റ് ക്യാൻ ബി പോസിറ്റീവ്, ഇറ്റ് ക്യാൻ ബി നെഗറ്റീവ്. നമ്മുടെ റെസൈലിയൻസിന്റെ സ്റ്റോറീസ് ആയിരിക്കാം. നമ്മളെല്ലാവരും 2018 എങ്ങനെ ഫ്ലഡ് അതിജീവിച്ചു എന്നതാവാം. ഇപ്പൊ വന്ന സമയത്ത് അതിനെ എങ്ങനെ റെസിസ്റ്റ് ചെയ്തു എന്നതാവാം. കോവിഡിന്റെ ടൈമിൽ നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ കാര്യങ്ങൾ നടത്തിയെന്നാവാം. അതൊക്കെ വെറുതെ പറയുന്നതും ഒരു സ്റ്റോറി ടെല്ലർ പറയുന്നതും ഡിഫറെന്റ് ആണ് അല്ലെ. കഥ പറയുക എന്നുള്ളത് ഒരു വലിയ കഴിവാണ്. സോ പവർ ഓഫ് പേഴ്സണൽ സ്റ്റോറി ടെല്ലിംഗ് ആണ് നമ്മളിവിടെ നോക്കുന്നത്. പേഴ്സണൽ സ്റ്റോറി ടെല്ലിംഗ് ഇസ് എ പവർഫുൾ ടൂൾ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു എൻഗേജ് റീഡേഴ്സ് ആൻഡ് കണക്ട് വിത്ത് ദം. നമ്മൾക്ക് ഒരേ ഇൻസിഡന്റ് വെറുതെ ആ ഇൻസിഡന്റ് നടന്നതുപോലെ എഴുതാം. I woke up at 6 a.m. on August 13 and saw water on the floor. So me and my parents shifted to the camp. എന്ന് വളരെ സിമ്പിൾ ആയിട്ടും ഇത് നല്ലൊരു കഥയായിട്ടും പറയാം. one day unexpectedly a guest came to my home. It was the water came running into my home. അത്തരത്തിൽ I am bad at storytelling. എനിക്ക് അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് ഇങ്ങനത്തെ വേർഡുകളൊന്നും വരാത്ത. എനിക്ക് ഇമാജിനേറ്റീവ് കപ്പാസിറ്റിയും ക്രിയേറ്റീവ് കപ്പാസിറ്റിയും വളരെ കുറവുള്ള ആളാണ് ഞാൻ. Yeah, but it can be developed. Okay, ഞാൻ അതിനൊരു എഫേർട്ട് എടുക്കാണ്ടാണ്. My mistake. Yeah. സോ അതൊരു സ്റ്റോറി ടെല്ലിംഗ് രീതിയിൽ നമ്മളൊരു കഥ പോലെ. ഇപ്പൊ നമ്മൾക്ക് ഈ സിനിമകൾ കാണാനൊക്കെ ഇത്ര ഇഷ്ടം എന്തുകൊണ്ടാ? സിനിമകൾ ആക്ച്വലി ഒരു കൈൻഡ് ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ആണ്. ഇപ്പൊ ആടുജീവിതം എന്ന നോവൽ, ദാറ്റ് ഇസ് എ പേഴ്സണൽ സ്റ്റോറി ടെല്ലിംഗ്. ഓക്കെ. So it is a powerful tool that can be used to engage readers and connect with them. When we share our own stories, we allow others to see the world through our eyes and to experience our emotions firsthand. Yes, ചില സിനിമകളും ചില പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മളുടെ കണ്ണ് നിറഞ്ഞു പോയില്ലേ? Why? It is the storytelling. It is because of the storytelling ability. നമ്മളെ വളരെയധികം ആ ഒരു സിനിമയുമായി അല്ലെങ്കിൽ ആ കഥയുമായി നമ്മളെ കണക്ട് ചെയ്യുന്നത് കൊണ്ടാണ്.
വീണ്ടും മജീദ്, ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് യുവർ ക്വസ്റ്റ്യൻ. ലെങ്ത് ഓഫ് സ്റ്റോറി എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് അതിന് എങ്ങനെയാണ് എനിക്ക് കാര്യം മനസ്സിലാവുക? ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, നിങ്ങൾ ചാറ്റ് ബോക്സിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് ആസ്ക് ക്വസ്റ്റ്യൻസ് ക്ലിയർലി. Then this creates a sense of empathy and understanding, and it helps to build relationships. Okay. So ചെറിയ റൈറ്റിംഗ് ടിപ്സ് പറയാണ്. നിങ്ങളൊരു സ്റ്റോറി എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളോട് ഒരു സ്റ്റോറി പറയാൻ പറയുന്ന സമയത്ത് എപ്പോഴും ഒരു കഥ ഉണ്ടാക്കി പറയുന്നതിനേക്കാൾ ബെറ്റർ എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്നവരുടെ ലൈഫിൽ നടന്നിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് സ്റ്റോറി ആക്കി പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ഗുഡ്. ബിക്കോസ് എന്താണ് അതിന്റെ ഫീലിങ്സും അതിലെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൂടുതൽ വിവിഡായി എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ഇസ് ബി ഓണസ്റ്റ് ആൻഡ് ഒതന്റിക്. അതായത് ഒരു സ്റ്റോറി ടെല്ലിംഗ് ആകുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള അഡീഷൻസ് ചെയ്യാം, ബട്ട് ഇറ്റ് ഷുഡ് ബി അതിന്റെ ഒരു ഓണസ്റ്റ് ലെവൽ വിട്ട് വളരെ ഡ്രമാറ്റിക് ആവരുത്. It should be genuine, it should be authentic. Next is you use vivid language and sensory details. Vivid language and sensory details എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്കിപ്പോ എന്റെ വീടിനെ കുറിച്ച് പറയണമെങ്കിൽ എന്താ എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, ജസ്റ്റ് മൈ ഹൗസ്. ഓർ എന്താണ്, I have a white house surrounded with a lush of green trees. Okay, അപ്പൊ എന്താ കുറച്ചും കൂടെ ഒരു വിവിഡായില്ലേ, ഒരുപാട് മരങ്ങൾക്കിടയിൽ ഒരു വൈറ്റ് വീട്. ഓക്കെ, സോ അത്തരത്തിലുള്ള സെൻസറി ഡീറ്റെയിലിങ്സ് കൊടുക്കുക. ഫൈനലി ബി റിഫ്ലക്റ്റീവ്. അതായത് ഒരു സ്റ്റോറി പറഞ്ഞ് എൻഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഇൻസിഡന്റ് നിങ്ങളിൽ എന്ത് വ്യത്യാസമാണ് ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡന്റിൽ നിന്ന് അല്ലെങ്കിൽ ഒരു മോറൽ ഓഫ് ദ സ്റ്റോറി പോലെ ആയിരിക്കണം ആ സ്റ്റോറിയുടെ എൻഡിങ്. ദാറ്റ് ഡസന്റ് മീൻ ദ മോറൽ ഓഫ് ദ സ്റ്റോറി എന്ന് പറഞ്ഞൊരു സെന്റൻസ് എഴുതണം എന്നല്ല. പക്ഷെ എപ്പോഴും ഒരു പേഴ്സണൽ സ്റ്റോറി ടെല്ലിംഗ് പറയുന്ന സമയത്ത് എപ്പോഴും അത് നിങ്ങളുടെ ജീവിതത്തിന് എങ്ങനെയാണ് എഫക്ട് ചെയ്തത്, വാട്ട് ഹാസ് ദാറ്റ് ഇൻസിഡന്റ് ഡൺ ടു യു എന്നുള്ള രീതിയിൽ വേണം എപ്പോഴും ആ ഒരു സ്റ്റോറി എൻഡ് ചെയ്യാൻ. ദാറ്റ് വിൽ ബി മോർ എഫക്റ്റീവ്. ഓക്കെ, സോ ബീങ് റിഫ്ലക്റ്റീവ് വിൽ ബി മോർ എഫക്റ്റീവ്. ഓക്കെ, സ്വപ്നയുടെ സ്റ്റോറി ഇവിടെ ഇട്ടിട്ടുണ്ട്. ഐ വിൽ റീഡ് ഇറ്റ്. ഓക്കെ, because we have to wind up. അല്ലെങ്കിൽ ഇത് റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ ഇടുന്ന സമയത്ത് വളരെ ലെങ്തി വീഡിയോ ആയി പോവും. അപ്പൊ ഇത് ഇന്ന് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാത്തവർക്ക് റെക്കോർഡഡ് ക്ലാസ് കാണുമ്പോൾ അത് ഭയങ്കര ലെങ്തി ആയി പോവും. നെക്സ്റ്റ് ഇസ് എൻവയോൺമെന്റൽ അഡ്വക്കസി ത്രൂ ഇംഗ്ലീഷ്. ദിസ് ഇസ് ആക്ടിവിറ്റി ഓഫ് ഡേ 233. സോ ഇവിടെ നമ്മൾ നോക്കുന്നത് why do we need to, എപ്പോഴും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ക്ലിയർ ആയിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബട്ട് പെർട്ടിക്കുലർലി കമ്മിങ് ടു എൻവയോൺമെന്റൽ ഇഷ്യൂസ്, why is it important to use clear, impactful language in raising awareness and advocating for environmental issues? First one is simplified and clear language use ചെയ്യുക. Use simple and clear language can make environmental content more accessible to English language learners. ഇപ്പോൾ നമ്മൾ കൂടുതൽ ആൾക്കാരിലേക്ക് ആക്സസിബിൾ ആവാൻ വേണ്ടിയിട്ട് ഇന്നിപ്പോ സോഷ്യൽ മീഡിയാസിലായാലും എല്ലാം അധികവും ഇംഗ്ലീഷിലാണ്. സോ ഇപ്പോ എൻവയോൺമെന്റൽ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെ ചുറ്റും നടക്കുന്ന ഒരു സംഗതിയാണ്. സോ വളരെ ടെക്നിക്കൽ ടേംസ് യൂസ് ചെയ്യാതെ വളരെ സിംപ്ലിഫൈഡ്, ഇപ്പൊ എൻവയോൺമെന്റൽ ഇഷ്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള വളരെയധികം ടെക്നിക്കൽ ടേംസ് യൂസ് ചെയ്യരുത്. ഇപ്പൊ ഗ്ലോബൽ വാർമിംഗ്, ഓസോൺ ലെയർ എന്നൊന്നും ഒരു ബിഗിനറിന് മനസ്സിലായിക്കൊള്ളണം എന്നില്ല. സോ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാൾ കുറച്ചും കൂടെ സിമ്പിൾ ലാംഗ്വേജിൽ കാര്യങ്ങൾ പറയുക. നെക്സ്റ്റ് ഇസ് കൾച്ചറൽ സെൻസിറ്റിവിറ്റി. എല്ലാ കൾച്ചറിലും എൻവയോൺമെന്റൽ ഇഷ്യൂ ഡിഫറെന്റ് ആയിരിക്കും. വി ആർ ഓൾ ഫേസിങ് എൻവയോൺമെന്റൽ ഇഷ്യൂ. പക്ഷെ എന്തൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എൻവയോൺമെന്റൽ ഇഷ്യൂ? സോ ഫ്രം പ്ലേസ് ടു പ്ലേസ് ഇറ്റ് വിൽ ബി ഡിഫറെന്റ്. ചിലയിടത്ത് വേസ്റ്റ് മാനേജ്മെന്റ് ആയിരിക്കാം, ചില സ്ഥലത്ത് ഡ്രോട്ട് ആയിരിക്കാം, ചിലയിടത്ത് ഫ്ലഡ്സ് ആയിരിക്കാം. ഓക്കെ, സോ ഓരോ കൾച്ചർ സ്പെസിഫിക് ആയിട്ട് എന്താണോ എൻവയോൺമെന്റൽ ഇഷ്യൂ, സോ അത് സ്പെസിഫിക് ആയി സംസാരിക്കുക. അപ്പോഴാണ് ആൾക്കാർക്ക് കൂടുതൽ ആക്ഷൻസ് എടുക്കാൻ സാധിക്കുക. അല്ലാതെ എൻവയോൺമെന്റൽ ഇഷ്യൂ നമ്മൾ എല്ലാവരും മരം നട്ട് അതിനെ ടാക്കിൾ ചെയ്യണം. പക്ഷെ ചില സ്ഥലത്ത് മരം ഇല്ലാത്തതായിരിക്കില്ല പ്രശ്നം, മറ്റെന്തെങ്കിലും എൻവയോൺമെന്റൽ ഇഷ്യൂസ് ആയിരിക്കാം പ്രശ്നം, വേസ്റ്റ് മാനേജ്മെന്റ് ആവാം. ഓക്കെ, സോ സ്പെസിഫിക് ടു ദ പ്രോബ്ലം ആയിരിക്കണം. ഫൈനലി കൊളാബറേറ്റിംഗ് ആൻഡ് എക്സ്ചേഞ്ചിങ് പ്രോഗ്രാംസ്. ആൾക്കാരുമായും ഓർഗനൈസേഷൻസുമായിട്ടും സ്കൂൾസുമായിട്ടും എല്ലാം കൊളാബറേറ്റ് ചെയ്യുക, പ്രോഗ്രാംസ് നടത്തുക. ഓക്കെ, സോ ദാറ്റ് മേക്സ് പീപ്പിൾ മോർ അവെയർ അബൌട്ട് ഇറ്റ്.
Okay. So this was a general awareness പോലെ വെച്ചതായിരുന്നു ഈ ഒരു slide, okay, for environmental advocacy. It is content. It is content. അത് ഞാൻ എന്റെ ഭാഗത്ത് തെറ്റാണ്. It's not content, it's content. Just a minute, let me clarify. Google says it content, പക്ഷേ ഞാൻ അത് content ആണ് എന്ന് മറ്റൊരു വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, but Google says it as content. Content. Oh, wait. Content actually has multiple meanings. So contentum not data, just a minute. Actually, content, this word has another meaning too. Happiness and the yes, happiness ആണെന്നുണ്ടെങ്കിൽ it's content. അതല്ല ഉള്ളടക്കം എന്നുള്ള ഇങ്ങനത്തെ മീനിങ് ആണെന്നുണ്ടെങ്കിൽ it's content. Okay, so ഇവിടെ കോണ്ടന്റ് എന്നതാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ ഇതിന് ഈ ഒരു സ്ലൈഡിന്റെ ഉള്ളടക്കം എന്താണ്? ദ കോണ്ടന്റ് ഓഫ് ദ സ്ലൈഡ് ആണ്. പക്ഷെ അതേസമയം ഹാപ്പിനെസ് ആണ് പറയുന്നതെങ്കിൽ ഇറ്റ്സ് കണ്ടന്റ്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. സ്പെല്ലിംഗ്സ് ആർ സെയിം ബട്ട് പ്രൊനൗൺസിയേഷൻ ഇസ് ഡിഫറെന്റ്. സോ പ്രൊനൗൺസിയേഷൻ മേക്സ് ദ ഡിഫറൻസ്. ഓക്കെ, ഉള്ളടക്കത്തിന് ഇറ്റ്സ് കോണ്ടന്റ്, സന്തോഷത്തിന് ഇറ്റ്സ് കണ്ടന്റ്. ഓക്കെ, thank you so much, Majid, for asking that. Okay, so just reflective strategy. നിങ്ങൾ എല്ലാവരും ഈ ഒരു ലാസ്റ്റ് വീക്കിൽ എന്ത് പഠിച്ചു, എങ്ങനെ പഠിച്ചു എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ഒരു നോട്ട് ഉണ്ടാക്കുക. If it has helped you, carry on with it. If it didn't help you, please find alternatives for that. നിങ്ങൾ ഫോളോ ചെയ്യുന്ന നിങ്ങളുടെ വേ ഓഫ് ലേണിംഗ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നില്ല എങ്കിൽ please find new ways. Okay, with that we are winding up. ഇന്നത്തെ സെഷൻ നമ്മൾ കുറച്ച് ഹറിബറി ആയിപ്പോയി. അത് നമ്മൾ ഗെയിം ഒക്കെ കളിച്ചതുകൊണ്ട് ഇത്തിരി ഹറിബറി ആയിപ്പോയി, ബട്ട് ഇറ്റ്സ് ഫൈൻ. ഇടയ്ക്കൊക്കെ നമ്മളൊന്ന് റിലാക്സ് ചെയ്യണ്ടേ അല്ലേ? ഓക്കെ, സോ താങ്ക് യു ഓൾ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, or else you can all leave. Next week we'll be looking into enhancing listening with podcasts. As I told you, listening is an important skill. You all have to improvise it. Describing art in English, role playing for real life English practice, discussing environmental sustainability, sharing original poetry and songs, comparing global education systems, as usual, reflective journaling. Okay, thank you all. See you all next week. Okay, Krishna. Okay, ഇനി ഗെയിംസിന്റെ എന്തെങ്കിലും ഈസി ആയിട്ട് കളിക്കാൻ പറ്റുന്ന നമ്മുടെ ഇംഗ്ലീഷ് ലേണിംഗിനെ എൻഹാൻസ് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ഗെയിംസ് ഉണ്ടെങ്കിൽ യു ഗൈസ് can come up with suggestions. Okay, thank you all. See you all next week, and please don't forget about the activities. Okay, activities കുറച്ചും കൂടി എല്ലാവരും ഒന്ന് particular ആവാനുണ്ട്. Okay, thank you all. See you next week.